അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബാക്കി നോക്കിക്കോ. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he felt to muster up courage to take that plunge which appeared to him so desperate. Even when each of his brothers and his little sister, അവൻ്റെ സഹോദരങ്ങളും അതേപോലെ ചെറിയ സഹോദരി പോലും ഹൂസ് വിങ്സ് വെർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ, അവരുടെ ഹൂസ് ലിറ്റിൽ സിസ്റ്റർ എന്നില്ലേ, ചെറിയ അനുജത്തി, ചെറിയ സഹോദരി, ഹൂസ് വിങ്സ് അവരുടെ ചിറകുകൾ വെർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ, അവൻ്റെ ചിറകിനേക്കാളും ഒരുപാട് ചെറുതാണ്. അങ്ങനെയുള്ള അവൻ്റെ സഹോദരിമാർ പോലും റാൻ ടു ദി ബ്രിങ്ക്, എന്തായിട്ടുണ്ട്, ഇതിൻ്റെ തീരത്തേക്ക് ഓടിയിട്ടുണ്ട്, കരയിലേക്ക് ഓടിയിട്ടുണ്ട്. ആൻഡ് ഫ്ലാപ്ഡ് ദർ വിങ്സ്, അവരുടെ ചിറകിട്ടടിച്ച്, ആൻഡ് ഫ്ലൂ അവേ, പറന്നു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഹീ ഫെയിൽഡ്, ഇവൻ ഫെയിലായി, പരാജയപ്പെട്ടു. ടു മസ്റ്റർ അപ്പ്, ഒരുമിച്ച് കൂട്ടാൻ, ഒരുമിച്ച് കൂട്ടുക, മസ്റ്റർ അപ്പ് ഒരുമിച്ച് കൂട്ടാൻ, കറേജ് ധൈര്യം, അപ്പോൾ ധൈര്യം ഒരുമിച്ച് കൂട്ടാൻ പോലും ഇവനിക്ക് പറ്റുന്നില്ല. ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച്, ആ ഒരു ചാട്ടം നടത്താൻ. പ്ലഞ്ച് PLUNGE, പ്ലഞ്ച് എടുത്തു ചാട്ടം, മുന്നോട്ടുള്ള ചാട്ടം എന്നൊക്കെയാണ് അർത്ഥം, മുന്നോട്ട് ചാടുക. അപ്പോൾ ആ ഒരു ചാട്ടം നടത്താൻ ഇവനിക്ക് ധൈര്യം പോലും സംഭരിക്കാൻ പറ്റിയില്ല. വിച്ച് അപ്പിയർഡ് ടു ഹിം സോ ഡെസ്പറേറ്റ്, അത് അവനിക്ക് തോന്നി, സോ ഡെസ്പറേറ്റ്, വളരെ നിരാശാജനകമായി തോന്നി. ഓക്കെ, കാരണം ചെറിയ സഹോദരി പോലും എന്തായിട്ടുണ്ട്, മുമ്പ് ധൈര്യത്തോടെ പറന്നിട്ടുണ്ട്. പക്ഷേ പറക്കാനുള്ള ഒരു ധൈര്യം പോലും ആർക്കില്ല, ഈ പക്ഷിക്കില്ല. അത് പക്ഷിയെ വല്ലാതെ നിരാശനാക്കി, ഡെസ്പറേറ്റ്, നിരാശൻ. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൗണ്ട്, കോളിംഗ് ടു ഹിം shrilly, scolding him, threatening to let him starve on his ledge unless he flew away. But for the life of him, he could not move. His father and mother had come around. അവൻ്റെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ അടുത്തു വന്നു. കോളിംഗ് ടു ഹിം shrilly എന്ന് പറഞ്ഞെങ്കിൽ രൂക്ഷമായി. ഓക്കെ, രൂക്ഷമായി. കോൾ ടു പറഞ്ഞെങ്കിൽ ആവശ്യപ്പെടുക, കോൾ COLL, കോൾ ടു എന്ന് പറഞ്ഞെങ്കിൽ ആവശ്യപ്പെടുക. കോളിംഗ് ടു ഹിം, അവനോട് ആവശ്യപ്പെട്ടുകൊണ്ട്, shrilly രൂക്ഷമായി ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്തേക്ക് വന്നു, എന്ത്, പറക്കാൻ വേണ്ടി. സ്കോൾഡിങ് ഹിം, അവനെ ശകാരിച്ചുകൊണ്ട്, സ്കോൾഡ് ശകാരിക്കുക. ത്രെറ്റനിങ് ടു ലെറ്റ് ഹിം സ്റ്റാർവ് ഓൺ ഹിസ് ലെഡ്ജ്, ത്രെറ്റനിങ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഭീഷണിപ്പെടുത്തുക, ത്രെറ്റൻ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, സ്കോൾഡ് ശകാരിക്കുക, കോൾ ടു ആവശ്യപ്പെടുക. ശ്രദ്ധിക്കുക, എന്ത് ഭീഷണിപ്പെടുത്തി, ടു ലെറ്റ് ഹിം സ്റ്റാർവ് ഓൺ ഹിസ് ലെഡ്ജ്, അവൻ്റെ ആ ഒരു ലെഡ്ജിൽ എന്താക്കണം, സ്റ്റാർവ് പട്ടിണി ഇരിക്കേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തി. സ്റ്റാർവ് പട്ടിണി കിടക്കുക. ഓക്കെ, ആ വരമ്പിൽ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് പേടിപ്പിച്ചു. അൺലെസ് ഹി ഫ്ലൂ അവേ, പറന്നു പോകാതെ കാലത്തോളം. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്, ബട്ട് ഫോർ ദി ലൈഫ് ഓഫ് സമ്മൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർ ദി ലൈഫ് ഓഫ് ഹിം, അവൻ്റെ ജന്മത്തിൽ എന്നറിയില്ലേ. ബട്ട് ഫോർ ദി ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്, പക്ഷെ അവൻ്റെ ജന്മത്തിൽ അവനിക്ക് എന്താക്കാൻ പറ്റിയില്ല, അനങ്ങാൻ പറ്റിയില്ല, മൂവ് ചെയ്യാൻ പറ്റിയില്ല. എത്ര പഠിച്ചിട്ടും ഒരു കാര്യം, അല്ലെങ്കിൽ എത്ര അധ്വാനിച്ചിട്ടും ഒരു കാര്യം കിട്ടുന്നില്ലെങ്കിൽ അതിനെന്ത് പറയും, ഫോർ ദി ലൈഫ് ഓഫ് ഹിം. ഓക്കെ, ഫോർ ദി ലൈഫ് ഓഫ് മീ ഐ കുഡൻറ്റ് പാസ്, എനിക്ക് എന്താക്കാൻ പറ്റിയില്ല, എത്ര പഠിച്ചിട്ടും പാസ്സാൻ പറ്റിയില്ല. ഫോർ ദി ലൈഫ് ഓഫ് സമ്മൺ, എത്ര ശ്രമിച്ചിട്ടും പറ്റാത്തതിനാണ് ഫോർ ദി ലൈഫ് ഓഫ് സമ്മൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ എത്ര അധ്വാനിച്ചിട്ടും പറക്കാൻ പറ്റുന്നില്ല. ദാറ്റ് വാസ് 24 hours എഗോ. ഇതൊക്കെ എപ്പോഴായിരുന്നു, ഈ രക്ഷിതാക്കൾ ശകാരിച്ചതൊക്കെ ദാറ്റ് വാസ് 24 hours എഗോ, 24 മണിക്കൂർ മുമ്പായിരുന്നു. സിൻസ് ദെൻ, അതുമുതൽ നോബഡി ഹാഡ് കം നിയർ ഹിം, അവൻ്റെ അടുത്തേക്ക് ഒരാളും വന്നിരുന്നില്ല. അതിന് ശേഷം 24 മണിക്കൂറിന് ഇപ്പുറം ആരും വന്നില്ല. ദ ഡേ ബിഫോർ ഓൾ ഡേ ലോങ് he had watched his parents flying about with his brothers and sister. The day before, കഴിഞ്ഞ ദിവസം, all day long, അതായത് പൂർണ്ണമായും കഴിഞ്ഞ ദിവസം, he had watched,
അവൻ വീക്ഷിച്ചിരുന്നു. ഹിസ് പാരൻസ്, അവൻ്റെ രക്ഷിതാക്കൾ, ഫ്ലൈയിങ് അബൌട്ട്, അങ്ങുമിങ്ങും പറക്കുന്നത്, വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, അവൻ്റെ സഹോദരങ്ങളുടെയും അതുപോലെ അവൻ്റെ ആ ചെറിയ സഹോദരിയുടെയും കൂടെ, പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, അവരുടെ ആ ഒരു പറക്കുക എന്ന ആ ഒരു കലയിൽ പൂർണ്ണമായും ലയിച്ചുകൊണ്ട്, ടീച്ചിങ് ദം, അവർക്ക് പഠിപ്പിച്ചുകൊണ്ട്, ഹൗ ടു സ്കിം ദ വേവ്സ് ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. ഹൗ ടു, എങ്ങനെയാണ് സ്കിം ദ വേവ്സ്, വേവ്സ് പറഞ്ഞെങ്കിൽ ഓളങ്ങൾ, വേവ് ഓളങ്ങൾ. സ്കിം എന്ന് പറഞ്ഞാൽ മുകളിൽ തൊടുക. ഇപ്പോൾ പക്ഷികളൊക്കെ ചിലപ്പോൾ പുഴയിലും കടലിലും ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ തൊട്ട് പറക്കുമല്ലോ, അതാണ് സ്കിം. സ്കിം പറഞ്ഞെങ്കിൽ മുകളിൽ തൊടുക, മുകളിൽ തൊടുക. ഓക്കെ, അതായത് മുകളിൽ മാത്രം തൊട്ട് പറക്കുന്നില്ല അത്. ഹൗ ടു സ്കിം ദി വേവ്സ്, എങ്ങനെയാണ് ഓളങ്ങളിൽ സ്കിം ചെയ്യേണ്ടത്. ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ദി ഫിഷ്, എങ്ങനെയാണ് മത്സ്യം പിടിക്കാൻ വേണ്ടി ഊളിയിടേണ്ടത്. ഡൈവ് പറഞ്ഞെങ്കിൽ ഊളിയിടുക. ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് older brother catch his first herring and devour it standing on a rock, while his parents circled around raising a proud cackle, and all the morning the Wolf family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. He had in fact seen his older brother. അവൻ യഥാർത്ഥത്തിൽ അവൻ്റെ മൂത്ത സഹോദരനെ നേരത്തെ കണ്ടിരുന്നു. ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിങ്, അവൻ്റെ ആദ്യത്തെ ഇര പിടിക്കുന്നതായിട്ട്. ഹെറിങ് പറഞ്ഞെങ്കിൽ ചാള, മത്തി മീൻ, മത്സ്യം. ഹെറിങ് പറഞ്ഞെങ്കിൽ മത്തി, ഹെറിങ് ചാള അല്ലെങ്കിൽ മത്തി. അപ്പോൾ മത്തിയെ പിടിക്കുന്നത് കണ്ടിരുന്നു. ആൻഡ് ഡെവോർ ഇറ്റ്, അതിനെ ആർത്തിയോടെ വിഴുങ്ങുന്നതും കണ്ടിരുന്നു. ഡെവോർ പറഞ്ഞെങ്കിൽ ആർത്തിയോടെ വിഴുങ്ങുക. സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്, എവിടെ നിന്നുകൊണ്ട്? സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്, ഒരു പാറയിൽ നിന്നുകൊണ്ട്. വൈൽ, അതേ സമയത്ത്, ഹിസ് പാരൻസ് സർക്കിൾഡ് അറൗണ്ട്, അവൻ്റെ രക്ഷിതാക്കൾ ചുറ്റും തിരിഞ്ഞു. റൈസിങ് എ പ്രൗഡ് ക്യാക്കിൾ, എന്തുയർത്തിക്കൊണ്ട്? ഒരു അഭിമാനകരമായ ശബ്ദമുയർത്തിക്കൊണ്ട്. തൻ്റെ മകനെ മത്സ്യം സ്വന്തമായി പിടിച്ച് പാറയിലിരുന്ന് തിന്നുന്നത് കാണുമ്പോൾ ഒരു അഭിമാനകരമായൊരു ശബ്ദം പാരൻസ് പുറപ്പെടുവിക്കുന്നത് ഈ പക്ഷി കണ്ടിട്ടുണ്ട്. പ്രൗഡ് പറഞ്ഞെങ്കിൽ അഭിമാനകരമായ, ക്യാക്കിൾ പറഞ്ഞെങ്കിൽ പക്ഷിയുടെ ശബ്ദം, ചിലക്കൽ. ക്യാക്കിൾ പറഞ്ഞെങ്കിൽ കോഴീൻ്റെ അല്ലെങ്കിൽ പക്ഷിൻ്റെ ശബ്ദത്തിൻ്റെ പറയും. ആൻഡ് ഓൾ ദി മോർണിംഗ്, എന്ന് മാത്രമല്ല, ആൻഡ് ഓൾ ദി മോർണിംഗ്, ഈ പകൽ മുഴുവനും, the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. എന്താണ് കണ്ടത്? The whole family had walked about on the big plateau. അവൻ്റെ മൊത്തം കുടുംബക്കാർ, സഹോദരികളും അതേപോലെ അച്ഛന്മാരൊക്കെ എന്താക്കുന്നുണ്ട്? വാക്ക്ഡ് അബൌട്ട് ഓൺ ദ ബിഗ് പ്ലാറ്റ്യൂ, ആ വലിയ ഉയർന്ന ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടു. മിഡ്വേ ഡൗൺ ദി ഓപ്പോസിറ്റ് ക്ലിഫ്, ഓപ്പോസിറ്റ് ക്ലിഫ് പറഞ്ഞെങ്കിൽ കീഴ്ക്കാം തൂക്കമായ മലഞ്ചെരുവ്, പാറ, ഭയങ്കര ആഴത്തിൽ കിടക്കുന്ന നല്ല ആഴമേറിയ പാറ. ഓക്കെ, മുകളിൽ നിന്ന് നോക്കുമ്പോൾ വലിയ ആഴം കാണുന്ന പാറ അല്ലെങ്കിൽ മലഞ്ചെരുവ്, അതിനെല്ലാം പറയും ക്ലിഫ്. അപ്പോൾ ഓപ്പോസിറ്റിലുള്ള ക്ലിഫിലൂടെ അങ്ങും ഇങ്ങും പറന്നുകൊണ്ട് ലോഫിങ് അറ്റ് ഹിസ് കവാഡീസ്, ഇവൻ്റെ ഭീരുത്വത്തിനെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുന്നുണ്ട്? അവൻ്റെ പാരൻസും അതേപോലെ സിബ്ലിങ്സും ചിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പ്ലാറ്റ്യൂ പറഞ്ഞെങ്കിൽ അറിയാലോ, ഉയർന്ന ഭൂമി, പീഠഭൂമി എന്നല്ല പറയും. അപ്പോൾ ഇവന് നിൽക്കുന്ന ക്ലിഫിൻ്റെ ഓപ്പോസിറ്റ്, ലെഡ്ജിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്തുണ്ട്? ഒരു വലിയൊരു ക്ലിഫുണ്ട്. കീക്കാൻ തൂക്കായിട്ട് നിൽക്കുന്ന വലിയൊരു പാറയുണ്ട്. അപ്പോൾ അതിലങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കളിച്ചുകൊണ്ട് ഇവൻ്റെ ഭീരുത്വത്തെ കളിയാക്കിക്കൊണ്ട് അവർ ചിരിക്കുന്നു. കവാഡിസ് അല്ലെങ്കിൽ ഭീരുത്വം. ദി സൺ വാസ് നൗ അസെൻഡിങ് ദി സ്കൈ, ബ്ലേസിംഗ് വാംലി ഓൺ ദി ledge that faced the south. He felt the heat because he had not eaten since the previous nightfall. Okay, that's all.